ഇവരെന്താ മോർണിംഗിൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ഗ്ലാസ് ചായയാണ് കുടിക്കണമെന്ന് വെച്ചാൽ മധുര ചായ കാപ്പി കുടിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഒരു 4-5 നട്ട്സോ ബദാമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു 8 മണി 9 മണിക്ക് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 ദോശ കഴിച്ചിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ദോശയായിട്ട് ചുരുക്കുക. ഈ ബാക്കി വരുന്ന ഒരു ദോശ 11 മണിക്ക് കഴിക്കാനെടുക്കുക. രാവിലെ ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ ഒരു ദോശയും കറിയായിട്ട് കഴിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ചിട്ട് സൈഡ് ഡിഷസ് കൂട്ടുക. ഒരുപാട് പച്ചക്കറികൾ കറി വെച്ചിട്ട് മീൻ കൂട്ടാം, എല്ലാം കഴിക്കാം. പച്ചക്കറികൾ ഉപ്പേരിയൊക്കെ ആയിട്ട് ധാരാളം കഴിക്കാൻ നോക്കുക. കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറ് അളവ് കുറച്ചിട്ട് നിങ്ങളുടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/3 ഭാഗം മാത്രമേ ചോറ് പാടുള്ളൂ. ചോറ് കുറച്ച് ബാക്കിയുള്ള 2 ഭാഗങ്ങളും പച്ചക്കറികൾ ഉപ്പേരികൾ മീൻ ഒക്കെ ആയിട്ട് കഴിച്ചോളാം. പിന്നെ നിങ്ങളൊരു ഈവനിങ് ടൈം ആകുമ്പോൾ സ്നാക്ക് ടൈം ആകുമ്പോൾ ബേക്കറി സാധനങ്ങൾ മധുരമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. മധുരം ഇടാതെ ഒരു ചായയോ കാപ്പിയോ കുടിക്കാം. കൂടെ ആരോറൂട്ട് ബിസ്ക്കറ്റ്. നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പോലെയുള്ള ഗോതമ്പിൻ്റെ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കറിയോ ആയിട്ട് കഴിക്കാം. ഇങ്ങനെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്മോൾ മീൽസ് ആയിട്ട് കഴിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു GDM ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയറ്റ് കൺട്രോൾ പറയും. എന്നിട്ടൊരു 2 weeks കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ടുള്ള ഷുഗറും ചെക്ക് ചെയ്യാൻ പറയും. അത് ഫാസ്റ്റിംഗ് എപ്പോഴും ഒരു 95 താഴെയും PPBS 2 hour PPBS എപ്പോഴും ഒരു 120 താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോളിലാണ്, ഡയറ്റ് ചെയ്തിട്ട് ഷുഗർ കൺട്രോളിലാണെന്ന് പറയും.